ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ബട്ടറും 1 സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽട്ടായി വരുമ്പോൾ എടുത്ത് വെച്ച വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. 150 ഗ്രാം വെർമിസെല്ലിയാണ് ഉള്ളത്. ഇതിന് സേമിയെന്നും പറയും. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നിത് വഴറ്റിയെടുക്കണം. നിങ്ങളിപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പം ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും 1/2 കപ്പ് പാൽപ്പൊടിയുമാണ്. പഞ്ചസാരയുടെ അളവ് 1/4 കപ്പ് പൊടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ തീയിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് ഇത് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ റെഡിയായി. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കട്ടിയുള്ളൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി കലക്കിയതും ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർക്കാം. അതിനുശേഷം 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വൈറ്റാണ് ചേർക്കുന്നത്, ബ്ലാക്കും ചേർക്കാം. ഇനി വേണ്ടത് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് കലക്കിയത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സ്ട്രോബെറിയുടെ കസ്റ്റേർഡാണ് എടുത്തത്. ഏത് കസ്റ്റേർഡ് വേണമെങ്കിലും എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കാനുള്ളത് കോൺഫ്ലോറാണ്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതും ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കുറുകി വരും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിവിടെ റെഡിയായി. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇതൊരു ലെയറായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കണം. അത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം വീണ്ടും വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇതിവിടെ 2 ലെയറാണ് ഞാൻ ചെയ്തത്. ഇത് തീരുന്നത് വരെ ഇതുപോലെ ലെയറായിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച നട്ട്സും കൂടി ഇട്ട് കൊടുക്കണം. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇതിവിടെ റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ചെറിയും മുന്തിരിയും ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിനി 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം. നന്നായിട്ട് ഇത് തണുപ്പിക്കണം, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.